ഹലോ എവ്രിവൺ. ഇന്നുണ്ടാക്കുവാൻ പോകുന്നത് ഒരു നോൺ വെജ് സ്റ്റാർട്ടർ ആയിട്ടോ അതല്ലെങ്കിൽ ഒരു മെയിൻ ഡിഷ് ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്ന ഒന്നാണ് ബേസിൽ ചില്ലി ചിക്കൻ. പ്രത്യേകിച്ച് അധികം ഒരുക്കങ്ങളൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ശരി എന്നാ. ഇന്ന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ബോൺലെസ് ചിക്കൻ ബൈറ്റ് സൈസ്ഡ് പീസസ് ആയി കട്ട് ചെയ്തത് 1 കിലോവും പിന്നെ ഒരു 200 ഗ്രാംസ് ഉണ്ട്. കുക്കിംഗ് ഓയിൽ 6 ടേബിൾ സ്പൂൺസ്. ഇത് കുറച്ച് സോസുകൾ മിക്സ് ചെയ്തതാണ് കേട്ടോ. അതായത് ലൈറ്റ് സോയ സോസ് 3 ടേബിൾ സ്പൂൺസ്, ഡാർക്ക് സോയ സോസ് 1.5 ടേബിൾ സ്പൂൺസ്, ഓയിസ്റ്റർ സോസ് 3 ടേബിൾ സ്പൂൺസ്. ഗാർലിക് ഒരു 30 അല്ലിയോളാണ് വേണ്ടത്. ഞാൻ അത് ഓൾറെഡി മിൻസ് ചെയ്തത് ഉണ്ടായിരുന്നത് എടുത്തതാണ്. പിന്നെ ഇത് തായ് റെഡ് ചില്ലീസ് ആണ് എടുത്തിരിക്കുന്നത്. അതിന് പകരം പച്ചമുളക് അതല്ലെങ്കിൽ കാന്താരി ഉപയോഗിക്കാവുന്നതാണ്. നമ്മളുടെ ഒരു എരിവിനനുസരിച്ച് അത് ചേർക്കാവുന്നതാണ്. സ്പ്രിംഗ് അനിയൻ ഒരു ചെറിയ കൈപ്പിടി, പിന്നെ 3 വലിയ കൈപ്പിടി ബേസിൽ ലീവ്സ്. ഞാനിപ്പോൾ ഈ മുളകും ഇങ്ങനെ മിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് അനിയനും നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും മുളകും ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു എന്താ പറയുക, ജസ്റ്റ് ഒന്ന് വാടാൻ വേണ്ടിയിട്ട്, മൊരിയൊന്നും വേണ്ട, ഒന്ന് വാടിക്കിട്ടണം, അത്രേ ഉള്ളൂ. പിന്നെ ഈ ചിക്കൻ എന്താ പറയുക, കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളം എത്ര മാറ്റിയെടുക്കാമോ അത്രയും നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് സോട്ടേ ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തേക്കാം കേട്ടോ. ഇപ്പം ചിക്കനിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി അതിങ്ങനെ ഒന്ന് വേകാൻ വിടാം. ഇതിപ്പം ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇത് ബോൺലെസ് ആണല്ലോ, ബൈറ്റ് സൈസ്ഡ് പീസസുമാണ്, അപ്പോൾ അധികം സമയം എടുക്കില്ല. നമുക്കിനി ഇതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്ന് ഫുള്ളി ഒന്ന് കുക്ക്ഡ് ആയിക്കോട്ടെ. അപ്പോഴേക്കും ആ ഗ്രേവിയും ഒക്കെ ഒരിച്ചിരി കുറുകി കറക്റ്റായി വരും. ഇതിടയ്ക്കൊക്കെ ഇളക്കി ഇങ്ങനെ ഇതാ. ഇപ്പോൾ ചിക്കൻ വെന്തിട്ടുമുണ്ട്, ഗ്രേവി കുറുകിയിട്ടുമുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് സ്പ്രിംഗ് അണിയൻ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്തേക്കാം. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചേക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതുവരെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല, കാരണം ഈ സോസുകൾക്കൊക്കെ ഉപ്പുള്ള സോസുകളല്ലേ. നോക്കിയതിന് ശേഷം, മിക്കവാറും ഒക്കെ ഇടേണ്ടി വരാറില്ല. പിന്നെ എന്താ പറയുക, ഈ സോയ സോസിൻ്റെ ബ്രാൻഡുകൾ ചിലതിനൊക്കെ ഉപ്പ് കുറവുള്ളതും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഈ ഒരു സമയത്ത് ബേസിൽ ലീവ്സ് ആഡ് ചെയ്യാണ്. ബേസിൽ ലീവ്സ് ആഡ് ചെയ്താൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ പണി കഴിഞ്ഞു. ഈ ഒരു ചൂടിലിരുന്ന് അത് വെന്തോളും. ഇപ്പോൾ സ്റ്റാർട്ടറായിട്ട് എടുക്കണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അതല്ലെങ്കിൽ വെറും വൈറ്റ് റൈസിൻ്റെ കൂടെ ഇത് നല്ല കോമ്പിനേഷനാണ്. ഒരെണ്ണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കാല്ലേ, ഉപ്പൊക്കെ ഒന്ന് അറിയണ്ടേ. അടിപൊളി. അപ്പോൾ ഉപ്പ് ഞാൻ ആഡ് ചെയ്യുന്നില്ല കേട്ടോ, എല്ലാം പാകത്തിനാണ്. അപ്പോൾ നമ്മുടെ ബേസിൽ ചിക്കൻ റെഡി ആയിരിക്കണം.